സ്വർണത്തിന് വില ഒരു പവൻ 5000 രൂപ 10000 രൂപ എന്നൊക്കെയുള്ള ഒരു കാലഘട്ടം. ഇപ്പോൾ അതെല്ലാം മാറി ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1,31,000 രൂപ വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വില നിലവാരം എത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് ഒരു ആഭരണം മാത്രമല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. 77 വർഷങ്ങൾക്ക് മുമ്പ് സംഘടന രൂപീകരിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഈ ഗോൾഡ് റിക്കവറിയാണ്. ഒരു കള്ളൻ അയാൾ പോലീസിനോട് പറയുകയാണ് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ കൂടി വന്ന് ഇന്ന കടയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ബേസ്? അങ്ങനെ ഒരു അടിസ്ഥാനത്തെ പറ്റി ചിന്തിക്കാതെ സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ബലമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് മാർക്കറ്റ് കാണുന്നത്. നമ്മളെ KGSMA എന്നുള്ള ഈ ഇതിൽ പ്രവർത്തിക്കുന്ന ആരും പരസ്പരം ഒരു കാരണവശാലും പാര വെക്കൂല. 100% ഉറപ്പാണ്. കൂടെ ഉണ്ടാവും, കട്ടൊക്കെ ഉണ്ടാവും. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടൊരു അതിഥിയുണ്ട്. ഈ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം അതിഥികൾ നമ്മുടെ ഒപ്പം ഉണ്ട്. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം നമുക്ക് എന്നും ഒരു അതിശയം തന്നെയാണ്. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വ്യാപാരികളുണ്ട്, നമ്മൾ മേടിക്കുന്ന ആളുകളുണ്ട്, ഇവർക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാൻ കുറച്ച് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. KGSMA സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ സാറാണ്. സാർ നമസ്കാരം. ഇപ്പോൾ ഈ സംഘടനാപരമായിട്ടുള്ള ഈ ചുമതലയിലിരിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ നമ്മുടെ KGSMA മെമ്പേഴ്സിനോടും പുതിയതായിട്ട് വരാൻ പോകുന്ന ഇതിലേക്ക് വരാൻ പോകുന്ന അംഗങ്ങളോടും എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ ആശയുള്ള ഒരു സംഘടനയാണ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ. കേരളത്തിലെ 12,000-ഓളം സ്വർണ്ണ വ്യാപാരികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണിത്. നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വലിയൊരു വ്യാപാര മേഖലയാണ് ഗോൾഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രിയിലെ ഒരു ചെറുകിട, ഇടത്തരം, വൻകിട ജുവലറികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാ കോർപ്പറേറ്റുകളുടെയും ആസ്ഥാനമാണ് കേരളം. എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ഈ വ്യാപാര മേഖലയിൽ ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കുടക്കീഴിൽ അണിനിരത്തി കൊണ്ടുപോകുന്ന ഒരു സംഘടനാ സംവിധാനമാണ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് മേഖലയിലുള്ള പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു സംഘടനാ നേതൃത്വം ഇതിനുണ്ട്. അതനുസരിച്ച് അംഗങ്ങളുടെ നിരവധി പ്രശ്നങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ഹാൾമാർക്കിംഗ് ഇഷ്യൂസ്, അതുപോലെ റിക്കവറി സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ നികുതി സംബന്ധമായ വിഷയങ്ങൾ. പുതിയ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. GST നിലവിൽ വന്നിട്ട് ഏതാണ്ട് 8 വർഷത്തോളമാകുന്നു. ഇതുവരെയായി GSTക്ക് മുമ്പുള്ള വാറ്റ് കാലഘട്ടത്തിലെ നികുതി കുടിശ്ശികൾക്ക് ഇതുവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല. അത് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട്. വരുന്ന ബജറ്റിൽ അതിനുള്ള പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ സാർ, ഈ സ്വർണം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഒരു പാരമ്പര്യം കൂടിയാണ്. ഇപ്പോൾ പണ്ട് കാലത്തൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 80 പവൻ 100 പവൻ അങ്ങനെ ഒരു കണക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു. ആ ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? പിന്നെ ഈ സ്വർണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു പാരമ്പര്യം കൂടിയാണ്. അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് ഒരു ആഭരണം മാത്രമല്ല, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. ഇത് പരമ്പരാഗതമായി കേരളത്തിലെ ഒരു ജനവിഭാഗം ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുന്നത് സ്വർണത്തിനാണ്. നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ ഈ സ്വർണ്ണാഭരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ വലിയ പർച്ചേസിങ്ങൾ നടക്കുന്നത് വിവാഹ പർച്ചേസുകളാണ്. ഈ വിവാഹ പർച്ചേസുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 പവൻ ആഭരണങ്ങൾ കൊടുത്തായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെയൊക്കെ വിവാഹങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അന്ന് സ്വർണത്തിന് വില ഒരു പവൻ 5000 രൂപ 10000 രൂപ എന്നൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ അതെല്ലാം മാറി ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1,31,000 രൂപ വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വില നിലവാരം എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളെ ജനങ്ങൾ കൃത്യമായി
പഠിച്ചിട്ട് അവർക്ക് എങ്ങനെ അത് തൻ്റെ മകൾക്ക് വിവാഹ സ്വർണ്ണാഭരണമായി നൽകാൻ കഴിയുമെന്നുള്ളത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ട് 100 പവൻ്റെ സ്വർണത്തിന് എത്ര രൂപ മുടക്കിയിട്ടുണ്ടോ അത്രയും രൂപ തന്നെ ഇപ്പോഴ് സ്വർണത്തിൽ അവർ മുടക്കുന്നുണ്ട്. അന്ന് 100 പവൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ 70 പവനേ കിട്ടത്തുള്ളായിരിക്കാം. ആ രീതിയിലാണ് അതിനെ ആ ഒരു മാറ്റം. പക്ഷേ എന്തായിരുന്നാലും ശരി, കേരളത്തിലെ വനിതകൾക്ക് ഇതൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രഷ്യസ് മെറ്റലാണ് ഗോൾഡ്. ആ ഗോൾഡിൻ്റെ ഒരു മഹത്വവും ഗോൾഡിനോടുള്ള അഫിനിറ്റിയും ഒരിക്കലും കുറയുന്നില്ല. അത് ഈ നമ്മുടെ ലോകം ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ഓക്കെ സാർ, അതുപോലെ ഈ അടുത്ത് ഇമ്പോർട്ട് ഡ്യൂട്ടി ഭയങ്കരമായിട്ട് ഒന്നൊരു കൂട്ടിയിട്ടുണ്ട്. അത് സ്വർണ്ണ വ്യാപാര മേഖലയിൽ വ്യാപാരികൾക്ക് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഇറക്കുമതി ചുങ്കം ഈ അടുത്ത സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചത്. അതിനു മുമ്പായി പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു. 1 വർഷത്തേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ സ്വർണം വാങ്ങിക്കുന്നത് ആ പോർട്ട്ഫോളിയോയിൽ ഒരു ചേഞ്ച് ചെയ്യണമെന്ന് മാറ്റിവെക്കണമെന്നും പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ്. നമ്മുടെ രാജ്യത്തെ ഫോറിൻ ഡെഫിസിറ്റ് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്. പക്ഷേ അത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് തൊട്ടടുത്ത ദിവസം 6% ഇറക്കുമതി ചുങ്കം സ്വർണത്തിന് അത് 15% വർദ്ധിപ്പിച്ചു. ഈ വർദ്ധിപ്പിച്ചത് വഴി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വന്നിരിക്കുന്ന സ്വർണത്തിൻ്റെ വില ഒരു 10% കൂടെ വർദ്ധിക്കുന്നു. അതൊരു ഇത്രയും വലിയ വിലക്കയറ്റം നിൽക്കുമ്പോൾ വീണ്ടും ഒരു 10% കൂടെ വർദ്ധിക്കാൻ കാരണമായി. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഇറക്കുമതി ചുങ്കം കൂട്ടിയതോടുകൂടി കള്ളക്കടത്ത് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അപ്പോൾ 20 ലക്ഷം രൂപയിൽ കൂടുതലാണ് 1 കിലോ സ്വർണം കള്ളക്കടത്തായി കൊണ്ടുവന്നാൽ അവർക്ക് കിട്ടുന്ന ലാഭം. അത് സമാന്തര സ്വർണ്ണ വ്യാപാര മേഖലയെ കൂടുതലായിട്ട് ഗുണകരമാകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ GST കൊടുത്ത് ഇവിടെ പരമ്പരാഗത മേഖലയിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് അത് ഒരു വലിയ ഒരു തിരിച്ചടിയാണ് ഈ മേഖലയിലുണ്ടായത്. അപ്പം നമ്മുടെ അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഫോറിൻ ഡെഫിസിറ്റ് ഗുണകരമാകുന്ന ഒരു സമീപനം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ 30,000 ടൺ സ്വർണം നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ കൈവശമുണ്ടെന്നാണ് പറയുന്നത്. അത് ഒരു റീസൈക്ലിംഗ് പ്രോസസ്സാക്കി മാറ്റി ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലേക്കുള്ള നയം രൂപീകരിച്ച് ഒരു ബുള്ളിയൻ ബാങ്ക് ഉൾപ്പെടെയുള്ളത് രൂപീകരിച്ചാൽ നമ്മുടെ ഈ ഫോറിൻ ഡെഫിസിറ്റ് നമുക്ക് അനുകൂലമാക്കാൻ കഴിയും. അതോടൊപ്പം ഇമ്പോർട്ട് കുറയ്ക്കാൻ കഴിയും. ഇമ്പോർട്ട് കൂടുന്നതാണ് നമ്മുടെ ഫോറിൻ മണിക്ക് കുറവ് വരുന്നത്, ഡോളർ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമുക്ക് ഏറ്റവും ഗുണകരമാകുന്നതിനുള്ള സമീപനം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു നയപരമായ തീരുമാനമെടുക്കണം. 30,000 ടൺ സ്വർണം ഇന്ത്യയിലെ ജനങ്ങളുടെ കൈവശമുണ്ട്. അത് റീസൈക്ലിംഗ് പ്രോസസ്സിലേക്ക് എത്തണം. അവർക്ക് കുറഞ്ഞ ആനുകൂല്യങ്ങൾ കൊടുത്ത് അത് വാങ്ങിച്ചതിന് ശേഷം ആ സ്വർണം ജ്വല്ലറി ഇൻഡസ്ട്രിക്ക് മതിയായ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചിട്ട് അവർക്ക് കുറഞ്ഞ ഒരു മെറ്റൽ ലോണായിട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ ഇത് കുറയ്ക്കാൻ കഴിയും. ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കാൻ കഴിയും. അതുവഴി നമ്മുടെ ഇൻഡസ്ട്രിയേക്ക് ഗുണകരമാക്കാൻ കഴിയും. എന്തായിരുന്നാലും ശരി, ഇത് സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് വില വർധനവ് എന്ന് വരുത്തിയതല്ല. എല്ലാ നെഗറ്റീവായ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായാലും ശരി, കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ സ്വർണം വാങ്ങുക തന്നെയും അതിപ്പോഴും തുടരുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല. പിന്നെ സ്വാഭാവികമായി വിലക്കയറ്റം വരുമ്പോൾ ഒരു പർച്ചേസ് പവറിൽ ചെറിയൊരു കുറവ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്വർണത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. ജനങ്ങളുള്ളിടത്തോളം കാലം സ്വർണം വാങ്ങിക്കുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ വ്യാപാരികൾ, ഈ ജ്വല്ലറി വ്യാപാരികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്, ഇപ്പോൾ ഒരു കളവ് നടന്നു കഴിഞ്ഞാൽ കട്ട സ്വർണം ഏതെങ്കിലും ഒരാൾ ഒരു ജ്വല്ലറിയെ കൊണ്ടുപോയി കൊടുക്കുകയും അത് ആ ജ്വല്ലറി ഉടമ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് പൈസ കൊടുത്ത് വിടും. പിന്നെ ഇത് കേസാവുമ്പോൾ പോലീസ് പിടിക്കുമ്പോൾ അവർ നേരെ ഈ ജ്വല്ലറിയിലാണ് കൊടുത്തതെന്ന് പറയും. ആ ടൈമിൽ ഉണ്ടാവുന്നത് അത് നേരെ പോലീസ് റിക്കവർ ചെയ്യും. അത്രയും ഗോൾഡ് അവരങ്ങ് കൊണ്ടുപോകും. ഇതിൽ ആർക്കും പിന്നെ ചോദിക്കാനും പറയാനൊന്നുമില്ല, അതങ്ങ് പോയി. നഷ്ടം വരുന്നത് ആ വ്യാപാരിക്കാണ്. ഇത് കട്ടതാണോ എന്താണെന്ന് അവർക്ക് ഇതുവരെയായിട്ട് അറിയില്ല. അതിനൊക്കെ വേണ്ടി എന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ നമ്മൾ സംഘടനാപരമായിട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ ആ ഒരു വിഷയം എന്ന് പറയുന്നത് 77 വർഷങ്ങൾക്ക് മുമ്പ് സംഘടന രൂപീകരിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഈ ഗോൾഡ് റിക്കവറിയാണ്.
ഗോൾഡ് റിക്കവറി എന്ന് പറയുന്നതാണ് ഒരു കള്ളനെയും കൊണ്ടുവന്ന് ആഭരണം ഇവിടെ തന്നു എന്ന് പറഞ്ഞ് അത് പിന്നെ പോലീസുകാരത് കസ്റ്റഡിയിലെടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതിനാണ് റിക്കവറി എന്ന് ഞങ്ങൾ പറയുന്നത്. 77 വർഷം മുമ്പ് ആലപ്പുഴയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായ ഒരു വ്യാപാരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് പ്രതിഷേധിച്ചാണ് സംഘടന രൂപീകരിച്ചത്. പക്ഷേ 77 വർഷത്തിന് ശേഷവും അത് ആ ഒരു സംഭവം, ആ ഒരു നടപടിക്രമം അതേപടി നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരാൾക്ക് അയാളുടെ വസ്തു നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ട വസ്തു കണ്ടെത്തുകയും അത് നഷ്ടപ്പെടുത്താൻ ഉത്തരവാദിയായ ആളിനെ കണ്ടെത്തി അതിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ റൂൾസിൽ, ആക്ടും റൂൾസിലും അത് നിലവിലുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് നമ്മളെടുത്ത് വന്നിട്ട് ഈ സാധനം ഇവിടെ തന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അവിടെ ഒരു വേർഡ്സ് അവർ ഉപയോഗിക്കുന്നത് തൊണ്ടി മുതൽ എന്നാണ്. തൊണ്ടി മുതലാണ് കോടതിക്കുള്ളത്. കോടതിയുടെ മുമ്പിൽ തൊണ്ടി മുതൽ ഹാജരാക്കുമ്പോൾ മാത്രമേ ഒരു പ്രതി യഥാർത്ഥ പ്രതിയായി മാറുന്നുള്ളൂ. അപ്പോൾ ആ തരത്തിലേക്കാണ് ആ തൊണ്ടി മുതൽ അവർ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇവിടെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം, ഒരു കള്ളൻ, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കള്ളത്തരം പറയുന്ന ആളും ചെയ്യുന്ന ആളും എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അയാൾ പോലീസിനോട് പറയുകയാണ്, ഇങ്ങനെ ഒരു മാർക്കറ്റിൽ കൂടെ വന്ന് ഇന്ന കടയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ബേസ്? ഇയാൾ ഈ കടയിൽ ഇത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിന് എന്താണ് ബേസ്, അടിസ്ഥാനം എന്താണ്? അങ്ങനെ ഒരു അടിസ്ഥാനത്തെപ്പറ്റി ചിന്തിക്കാതെ സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ ബലമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് മാർക്കറ്റ് കാണുന്നത്. ഞങ്ങൾ ഇതിനെതിരെ വല്ലാതെ അതാത് സമയാസമയങ്ങളിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ ആയിട്ട് കണ്ട് ചർച്ച നടന്നു. പലപ്പോഴായിട്ട് ഞങ്ങൾക്ക് ഉത്തരവുകളും ലഭിച്ചിരുന്നു. കാരണം ഇത്തരം കേസുകളിലൊക്കെ പോലീസ് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ച ശേഷം മാത്രമേ റിക്കവറി നടത്താവൂ എന്ന്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ല. പലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോലീസ് വന്ന് നേരെ ചെടപെട വന്ന് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു ചെറുത്തുനിൽപ്പ് സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വല്ലാത്തൊരു ചെറുത്തുനിൽപ്പ് ഇപ്പം ഞങ്ങൾ നടത്തുന്നുണ്ട്. പല ആളുകളും ഒരു ഉത്തമ വിശ്വാസത്തിൽ, ഞാൻ ഇയാളിൽ നിന്ന് സ്വർണം എടുത്തിട്ടില്ല എന്ന ഉത്തമ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളിനെ 100% സംഘടന സഹായിക്കുകയാണ്. കാരണം അയാൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെല്ലാം പോലീസ് അയാളുടെ പേരിൽ കളവ് സ്വർണം ഒതുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വകുപ്പ് ഉപയോഗിച്ചിട്ട് കേസ് ചാർജ് ചെയ്യും. അങ്ങനെ കേസ് ചാർജ് ചെയ്ത് കൂട്ടുപ്രതിയായിട്ട് കേസ് ചാർജ് ചെയ്യും. അങ്ങനെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെയും പറയും ഞങ്ങൾ എടുത്തിട്ടില്ല. കാരണം തൊണ്ടി മുതലൊന്നും കണ്ടെത്തുകയും കാര്യം പറയുകയും ചെയ്യാത്തടത്തോളം കാലം അത്തരം കേസുകൾ നിലനിൽക്കാനുള്ള സാധ്യതയില്ല. ഇനി ഏതെങ്കിലും കാര്യത്തിൽ എടുത്തുപോയി എന്ന് പറയുന്ന ഒരാൾ, അപ്പം ആർക്കും ഞങ്ങൾ സ്വർണം വാങ്ങിക്കുമ്പോൾ ID കാർഡൊക്കെ ചോദിക്കും. ഏത് കള്ളനും ഇപ്പോൾ ID കാർഡ് ഉണ്ടാവും. അപ്പോൾ ID കാർഡൊക്കെ തന്നുകൊണ്ടാണ് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോവുക. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ പറയും ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സത്യം, ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പക്ഷേ ഇത് എൻ്റെ മുതലാണ്. ഇയാളിതെടുത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളിൽ നിന്നോ എവിടെ നിന്നെങ്കിലും അത് ഈടാക്കി തരാനുള്ള ബാധ്യത ഇതേ സർക്കാരിനുള്ളതാണ്. അത് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിട്ട് അതേപടി നിലനിൽക്കുകയാണ്. അതോടൊപ്പം മന്ത്രിമാരെ ഈ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയെ കണ്ടിരുന്നു. അദ്ദേഹം അത് സംബന്ധിച്ച് നമുക്ക് അനുകൂലമായ ഒരു നിലപാടുകൾ. ഇപ്പം പോലീസ്, ഒട്ടുമിക്ക പോലീസും വരുമ്പോൾ ഫോണിൻ്റെ ടവർ ലൊക്കേഷനുകൾ, അതുപോലെ ഇയാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് CCTVൻ്റെ ഫുട്ടേജൊക്കെ പരിശോധിച്ച് നോക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. പലപ്പോഴും അത് അവർ സ്വീകരിക്കാറുമുണ്ട്. അതൊന്നും ഇല്ലാതെയും നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു ചെറുത്തുനിൽപ്പ് സംഘടന എന്നുള്ളതിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്ന സംഘടനയുണ്ട് കൂടെ. ആ ഒരു ധൈര്യം വ്യാപാരികൾക്ക് നമ്മൾ പകർന്നുകൊടുക്കുന്നുണ്ട്. സാർ, അതുപോലെ ഇപ്പോൾ ഗവൺമെൻറ് മാറി, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പല സ്ഥലങ്ങളിലും വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, ഇങ്ങനെ ഓരോ മേഖലകളിലും പുതിയ പുതിയ പരിപാടികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഗവൺമെൻറ്റിനോട് എന്തെല്ലാം സഹായങ്ങളാണ് ഇപ്പം നമുക്ക് സഹായം എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടി മാത്രമല്ല, സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം സഹായങ്ങളാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, സർക്കാരിൻ്റെ മുമ്പിൽ പറയാനുള്ളതും GST ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ഇന്നത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകുന്ന കാലത്ത് തന്നെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്ന് വലിയ ലീക്കേജുകൾ നടക്കുന്നുണ്ട്. ആ ലീക്കേജ് മൂലം സർക്കാരിന് കിട്ടേണ്ട നികുതികൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു പ്രസ്താവനകൾ പലപ്പോഴായിട്ട് അദ്ദേഹം പുറപ്പെടുവിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴദ്ദേഹം മുഖ്യമന്ത്രിയും അതോടൊപ്പം ധനകാര്യമന്ത്രിയുമായ വന്ന സാഹചര്യത്തിൽ പലർക്കും പല ആകാംക്ഷകളും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത്,
ഈ മേഖലയിൽ എന്ത് നടക്കുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു ശരിയായ പഠനം നടത്തണം. എവിടെയാണ് ലീക്കേജ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ മേഖലയിൽ എങ്ങനെയാണ് നടക്കുന്നത്, ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം ഈ മേഖലയിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത്. കാരണം ഈ മേഖലയ്ക്കകത്ത് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള എനിക്ക് മറ്റാരേക്കാളും കൂടുതൽ ആധികാരികമായിട്ട് പറയാനുള്ളൊരു കഴിവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടു, അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, സാറ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. സാർ എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കേണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ലീക്കേജുകളുണ്ടെങ്കിൽ കണ്ടെത്തി അത് അടയ്ക്കുകയും ഗവൺമെൻറ്റിന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യണം. അതിന് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സാറിന് സഹായിക്കാൻ ഏറ്റവും നല്ലത്. കാരണം ഞങ്ങൾക്കാണല്ലോ ഇത് എവിടെയാണ് ലീക്കേജ് ഉണ്ടെങ്കിൽ എവിടെയെന്നുള്ളത്. പക്ഷേ സാറിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് പഴയ തരത്തിലുള്ള ഒരുപാട് ധാരണകളുണ്ട്. ആ ധാരണകളൊന്നും മാറ്റാനുള്ള ഒരു സംവിധാനം ആദ്യമേ ഉണ്ടാക്കണം. ഇതിൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന വരുമാനം എത്ര എന്നുള്ളത് കൃത്യമായിട്ട് സാറിനും ഒരു അവഗാഹം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള വിഷയങ്ങളെപ്പറ്റി പറയാമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അത് നമ്മൾ പുതിയ സർക്കാരിനോട് ആദ്യമേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിരുന്നു. പിന്നെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ റിക്കവറി വിഷയത്തിൽ വളരെ അനുകമ്പാപൂർവമായൊരു നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത്. അതിനും അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു 10 നിർദ്ദേശങ്ങളടങ്ങിയ ഒരു മെമ്മോറാണ്ടം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 1 മില്ലിഗ്രാമിൻ്റെ ത്ലാസുകൾ ഇപ്പം ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. 1 മില്ലിഗ്രാം ആക്യുറസി ഗോൾഡിന് വേണം എന്നുള്ളൊരു നിബന്ധന കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് സംസ്ഥാനത്തെ എല്ലാ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുമായിട്ട് ആലോചിച്ച് ഒരു കാര്യങ്ങളിലേക്ക് എത്തണം എന്ന് പറയുന്നതാണ്. ഞങ്ങൾ പറയുന്നത്, ഒരു കടയിൽ 5ഉം 10ഉം ത്ലാസുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും. 10 ത്ലാസുകൾ മുഴുവൻ ഒരു ഒറ്റയടിക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ത്ലാസിന് 1,00,000 രൂപയോളം വില വരും. 1 മില്ലിഗ്രാമിൻ്റെ ത്ലാസിന് നല്ല ആക്യുറസി നല്ല കമ്പനിയുടെ സാധനങ്ങൾക്ക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഞങ്ങളൊരു കണക്ക് 1,00,000-ലധികം ത്ലാസുകൾ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ത്ലാസുകൾ ഒറ്റയടിക്ക് മാറുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. ഞങ്ങൾ അന്നത്തെ മന്ത്രിയെ കണ്ടിരുന്നു, ഇപ്പോഴത്തെ മന്ത്രിയും ഞങ്ങൾ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഒരു പുനർചിന്തനം, നിയമത്തെ മറികടക്കണം എന്നല്ല പറയുന്നത്, നിയമത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കച്ചവടക്കാർക്കും കൂടി പോസിബിളായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും KGSMA ഈ സംഘടനയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്, അബ്ദുൽ സലാം സാർ. സാർ നമസ്കാരം. നമസ്കാരം. എന്തായാലും നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ സ്വർണ്ണ വ്യാപാരികൾ പല പ്രതിസന്ധി കൂടിയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിർത്തേണ്ടതും അവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും എന്തായാലും ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ KGSMAയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ സാറിന് ഈ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഈ പദവി ഏറ്റെടുത്ത സമയത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ലൊരു ആശയം ഉണ്ടായിരുന്നത്, നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ പഴയ രീതിയിലായിരുന്നു നമ്മൾ ബിസിനസ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് നേരെ ഓപ്പോസിറ്റായിട്ട് പുതിയ രീതിയിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കണം. അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യുവാക്കളുടെ ഇടയിൽ ചെയ്യാനുണ്ട്. അതായത് യൂത്ത് വിങ്ങിൻ്റെ ഇടയിൽ ഒരുപാട് മാറ്റം വരുത്താണ്ട്. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യൂത്ത് വിങ് പ്രസിഡന്റ് എന്ന നിലയിൽ. ഓക്കെ സാർ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ സംഘടനാപരമായിട്ട് ഇപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്താക്കണോ, ഇപ്പോഴത്തെ പുതിയ രീതി പ്രകാരം ഒരു ഡിജിറ്റലൈസേഷൻ ആക്കണം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേമാതിരി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിനൊക്കെ നമ്മൾ എന്താക്കണം, നമ്മളെ സ്വന്തം ഷോപ്പിൻ്റെ പേരിൽ ഓരോരോ പേജ് ഉണ്ടാക്കണം. അതിൽ കൂടെ വേണം ഇനി പുതിയ ആളുകളിലേക്ക് നമ്മളെ പരസ്യം കാര്യങ്ങളും എത്തിക്കാൻ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബിസിനസ് കൊണ്ടുവരാൻ കഴിയും. അത് എല്ലാ വ്യാപാരികൾക്കും അത് നല്ലവണ്ണം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതായത് ഇപ്പോഴത്തെ തലമുറ എല്ലാം നമ്മൾക്ക് സോഷ്യൽ മീഡിയ ആണ് എല്ലാവരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അതിൽ ഇപ്പോൾ ആരും എന്താക്കണില്ല, ന്യൂസ് പേപ്പറൊന്നും ആരും വായിക്കണില്ല. നമുക്കറിയാം. അപ്പോൾ നമ്മളെ വീട്ടിൽ പേപ്പർ വന്നാലും നമ്മളതവിടെ മടക്കി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവുള്ളൂ. അത് ആരും വായിക്കണില്ല. വായിക്കാനുള്ള സമയമല്ല. എല്ലാവരും എന്താക്കാണ്, ഫോൺ നോക്കിയിട്ട് ഇതിലെന്താണ് വന്നതെന്നുള്ളതാണ് നോക്കുക. അപ്പോൾ അത് നമ്മൾ കൂടുതൽ നമ്മളെ സമയം നമ്മൾ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണ് കൂടുതലായിട്ടും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതിലൂടെ വേണം ഇനി നമുക്ക് പുതിയ ആഡ് സംഗതികളൊക്കെ
ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുക. അത് ചെയ്താൽ നമുക്ക് 100% ഒന്നും കൂടി പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്ക് മാറും ചെയ്യും. ബിസിനസ്സും തന്നെ വളരെയധികം വർധനവ് ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സംഘടനാപരമായിട്ടുള്ള ആദ്യത്തെ തീരുമാനം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആക്റ്റീവ് ആവണം. നമ്മുടെ ബിസിനസ്സിന് അതിൽ 100% ഉറപ്പാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ബിസിനസ് 100% കൂട്ടാൻ കഴിയും. പുതിയ ഇപ്പോൾ വ്യാപാരികൾ വരുന്നുണ്ട്, പുതിയ ഗോൾഡ് ബിസിനസ് എല്ലാം പലരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ? അത് ഉണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ പറഞ്ഞാൽ. ഒരു നമ്മളെ നിയറസ്റ്റ് നമ്മളെ ഇരുത്തന്നെ ഒരു ഷോപ്പ് വന്നാൽ നമ്മളവരെ പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പം നമ്മളെന്താക്കണോ, പുതിയ ഈ കാലഘട്ടത്തിൽ അവരെ നമ്മളെന്താക്കണോ, നമ്മളെ സുഹൃത്തുമാതിരി, അതായത് നമ്മളൊരു ആവശ്യം കൂടിയാണ് അവർ വന്നത് എന്നുള്ള നിലക്ക് അവരെ കാണാൻ നമ്മൾ പഠിക്കണം. കാരണം ഒരിക്കലും അവരെ ശത്രുതായിട്ട് നമ്മൾ കാണരുത്. കാരണം അവിടെ കൂലി കൂടുതലാണ്, അല്ലെങ്കിൽ ഇവിടെ കൂലി കുറവാണ്, അങ്ങനത്തെ വാക്കുകളൊന്നും നമ്മൾ പരസ്പരം ഒരു ജ്വല്ലറിക്കാരെ തമ്മിൽ പറയാൻ പാടില്ല. കാരണം അത് ബാക്കിയുള്ള ആളുകളിലേക്ക് ഇത് എത്തുമ്പോൾ അവരിത് നെഗറ്റീവായിട്ടാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കുക. അതായത് പോസിറ്റീവ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കടയിലും കൂലി കൂടുതൽ എന്ന് പറഞ്ഞിക്കാണ്ട് നമ്മൾ പറയാൻ പാടില്ല. അവനിട്ട കൂലി ഇതാണ്, പാകം കൂലിയാണ്, നിങ്ങൾ ഒരിക്കലും ഇത് ഓവറായിട്ടില്ല, നല്ല രീതിയിൽ വേണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം എന്നാലും എന്താക്കും, ആ ബിസിനസ് അവനക്കും കിട്ടും. ഇനി അവൻ്റേക്ക് നിന്ന് ഈ പുതിയ ഒരു കടയിലേക്കാണല്ലോ ഇപ്പോൾ അവന് പോണത്. ആ ബിസിനസ് എന്താക്കും, നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞാൽ ഇനി അടുത്ത ഷോപ്പ് പോയി വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടി അങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതൊരിക്കലും മാറാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ അടുത്ത ഉള്ള ഷോപ്പുകാരൊക്കെ നമ്മൾ നല്ല രീതിയിൽ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% ഉറപ്പാണ് അവർ നമ്മൾ ഒരിക്കലും പാര വെക്കാനോ പോവില്ല. നമുക്ക് മുന്നോട്ട് ബിസിനസ് കൊണ്ടുപോകാൻ എല്ലാവരും നമുക്ക് അവർക്കും കച്ചവടം കിട്ടും, നമ്മൾക്കും കച്ചവടം കിട്ടും. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പുതിയ വ്യാപാരികൾ അവരെല്ലാം പേടിക്കുന്നത് ഇതൊക്കെ തന്നെ. കാരണം കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന പലരും ചിലവർ കൊടുക്കുന്ന പരസ്യങ്ങളുണ്ടാവും. ആ പരസ്യങ്ങളിൽ തന്നെ പറയുന്നത് മറ്റേതിനേക്കാൾ പണിക്കൂലി ഇവിടെ കുറവ് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഈ ഒരു സംഘടനാപരമായിട്ട് ഇടപെടൽ മൂലം എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ എന്താക്കുക, നമ്മളെ KGSMA എന്നുള്ള ഈ ഇതിൽ പ്രവർത്തിക്കണ ആരും പരസ്പരം ഒരു കാരണവശാലും പാര വെക്കൂല. 100% ഉറപ്പാണ്. കൂടെ ഉണ്ടാവും, കട്ടൊക്കെ ഉണ്ടാവും. കാരണം നമ്മളെ ഷോപ്പിൽ വന്നാൽ ഇപ്പം ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ഷോപ്പിൽ പോയിട്ട് നമ്മൾ അടുത്ത സുഹൃത്തായി മാറിയല്ലോ, അവരേക്കൊന്ന് പോയിട്ട് എന്താക്കുക, ഈ പാർട്ടിക്ക് നമുക്ക് തന്നെ കച്ചവടം ചെയ്യാം. അതൊക്കെ നമ്മളൊക്കെ എന്തുവാണ്, നമ്മൾ ശത്രുവായിട്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റൂല. നമ്മളൊരു സുഹൃത്തായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താക്കുക, ആ സാധനം എടുത്തിട്ട് നമ്മളെ ഷോപ്പിൽ വന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രൂപത്തിൽ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞായിട്ട് സംഘടന കൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും ഫാമിലി ആക്കാൻ പോവുകയാണ്. അതെ, ഒരു ഫാമിലി ആക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു അടിപൊളി. പണ്ട് കാലത്തൊക്കെ ഇപ്പൊ സ്വർണം 100 പവൻ 80 പവൻ ഇതൊക്കെയായിരുന്നു ഒരു കണക്ക് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ. ഇന്നിപ്പോ കാലം മാറി, എല്ലാത്തിനും റേറ്റ് മാറി, എല്ലാം മാറി. പക്ഷെ ഇപ്പോഴും അതേപോലെ ഒരു ട്രെൻഡുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പം ആ ട്രെൻഡ് ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. അന്നൊക്കെ ഈ 100 പവനൊക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇപ്പോൾ കൊടുക്കുന്നത് 10, 15, 20 പവനാണ്. കാരണം അതാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല ലൈറ്റ് വെയിറ്റ് സാധനങ്ങൾ. അത് 22-ലായിട്ടുണ്ട്, 18-ലുണ്ട്, 40-ലുണ്ട്, ഡയമണ്ട് ആയിട്ടുണ്ട്. അതിൽ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആഭരണങ്ങളാണ് ഈ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. ആ ഐറ്റംസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും എല്ലാ ഷോപ്പുകളിലും ചിലവായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വർണം, ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്വർണം തന്നെ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമ്പാദ്യം കൂടിയാണ്. കാരണം ഇത് ആഭരണമായിട്ട് മാത്രം ഉപയോഗിക്കാനല്ല ഇപ്പോൾ വാങ്ങുന്നത്. കാരണം ഇതൊരു നമുക്ക് എന്താണ് ലൈഫ് ലോങ്, കാരണം ഏത് സമയത്തും നമുക്ക് എന്തൊരു ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അസറ്റാണ് ഗോൾഡ്. അതൊരു ഏറ്റവും ടോപ്പ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം പണ്ടൊക്കെ അത് 4000-നൊക്കെ വാങ്ങിയ സാധനമാണ് 1,30,000, 1,00,000 ഇതൊക്കെ ഉള്ള സമയത്ത് ആളുകൾ ആവശ്യത്തിന് അത് വിറ്റ് ക്യാഷാക്കി മാറ്റുന്നത്. അപ്പോൾ അവർക്കൊക്കെ എത്രയാണ് അതിൻ്റെ ഇത് വരുന്നത്? കാരണം അത് ഇനിയും ഭാവിയിൽ ഗോൾഡിന് റേറ്റ് കൂടാനും എല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നും എന്താക്കുക, ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ആർക്കും ഒരു നഷ്ടം വരില്ല. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് സ്ത്രീകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പുരുഷന്മാരും ഇതിപ്പോൾ കൂടുതലായിട്ട് ആഭരണങ്ങളിലും മേക്കപ്പിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള സ്റ്റോക്കുകൾ വേണം. പണ്ട് നമ്മൾ സ്ത്രീകൾക്ക് മാത്രം, പുരുഷന്മാർക്ക് കുറച്ച് ടൈപ്പ് മാലയും മോതിരവും മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുക.
അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുരുഷന്മാർക്കുള്ള ആഭരണങ്ങൾ ഒരുപാട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അധികമായിട്ട് വരേണ്ട ആവശ്യകത വരുന്നുണ്ടോ? അതായത് ഇപ്പൊ നേരെ പഴയതിനെക്കാട്ടിയും ഓപ്പോസിറ്റ് ആണ്. കാരണം ഇപ്പൊ പുരുഷന്മാർക്ക് തന്നെ ആഭരണം വാങ്ങൽ കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അതായത് പഴയ രീതിനെക്കാട്ടിയും പിന്നെ ഇപ്പോൾ അധികം നമുക്ക് തന്നെ അറിയാം, നമ്മളെ സുഹൃത്തുക്കളൊക്കെ കഴുത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നല്ല അടിപൊളി ചെയിൻ ഉണ്ടാവും, അവരുടെ കൈമ നല്ല ബ്രേസ്ലെറ്റ് ഉണ്ടാവും, നല്ല റിങ് ഉണ്ടാവും, എല്ലാം ഗോൾഡിലായിരിക്കും. കാരണം അത് ഇപ്പോഴത്തെ ട്രെൻഡാണ് പുരുഷന്മാർ ഗോൾഡ് വാങ്ങുക എന്നുള്ളത്. സ്റ്റഡ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് പുരുഷന്മാർക്ക് പറ്റുന്ന. അതാണെന്നുണ്ട് ഇപ്പോൾ എല്ലാ ജ്വല്ലറിലും എന്തുണ്ട്, നല്ല സ്റ്റോക്കും വെച്ചിട്ടുണ്ട്, സ്റ്റോക്ക് നല്ല സെയിലും ഉണ്ട് പുരുഷന്മാർക്ക്. കുറച്ച് മുമ്പത്തിനെക്കാട്ടി കൂടുതൽ പുരുഷന്മാരാണ് ഇപ്പോൾ എൻ്റെ സംശയത്തിൽ ആഭരണങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. രണ്ട് കാര്യം ഉണ്ടായിരുന്നു. ഒന്ന് അവർക്കൊരു അസറ്റും കൂടിയാണ് ഗോൾഡ്. പിന്നെ അവർക്ക് ഇത് അണിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എനർജിയാണ് അവർക്ക്. എൻ്റെ കഴുത്തിലും എൻ്റെ കയ്യിലൊക്കെ ഒരു ഗോൾഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു എനർജി അവർക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാർ ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.